36 വർഷങ്ങൾക്ക് ശേഷം നെജുവും ഇസ്മയിലും കൊടുങ്ങല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പടികൾ കയറി. കൂടെ ഇസ്മയിലിന്റെ ഉമ്മയും ഉപ്പയും നെജുവിന്റെ സഹോദരിയും കൊച്ചുമകളും. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ പിന്തുടർച്ചാവകാശ നിയമത്തിലെ ലിംഗവിവേചനപരമായ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ SMA നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു. ഇസ്മയിലിന്റെ ഉപ്പ എരമംഗലത്ത് അബ്ദുൾ ഹഖും ഉമ്മ ഖദീജ ബീബി നെജുവിന്റെ സഹോദരി മുജിദയും സാക്ഷികളായി ഒപ്പിട്ട് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി. ഫോറം ഫോർ ജെൻഡർ ഇക്വാലിറ്റി എമംഗ് മുസ്ലിം സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതസ്, ചിന്തകനും മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ഡോക്ടർ PK പോക്കർ, പ്രശസ്ത നടനും അഭിഭാഷകനുമായ ഷുക്കൂർ വക്കീൽ, ഫോർജം ജോയിന്റ് കൺവീനർ A സുൽഫത്ത്, ഡോക്ടർ കുസുമം ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഹെൽത്ത് കെയർ സെന്ററിൽ അനുമോദന സമ്മേളനവും SMA വിവാഹം നിസ്സഹായരുടെ പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. സെമിനാർ ഡോക്ടർ PK പോക്കർ ഉദ്ഘാടനം ചെയ്തു. സ്വത്തവകാശം, പൗര എന്ന പദവിയും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും പൂർണ്ണ പൗരത്വം ലിംഗവിഭാഗങ്ങൾക്ക് സാധ്യമാകുന്നതും തുല്യ സ്വത്തവകാശം ലഭിക്കുമ്പോഴാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹോദരങ്ങൾക്കു ആൺമക്കൾക്ക് കൂടുതൽ സ്വത്ത് ലഭിക്കുന്നത് തടയാനുള്ള പ്രതിരോധ നടപടിയല്ല SMA വിവാഹം. അത് സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും തുല്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക സമൂഹം ഫാസിസ്റ്റ് അടിച്ചമർത്തലിന് വിധേയമാകുന്ന സമകാലീനാവസ്ഥയിൽ മതത്തിനകത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് വ്യാപകമാക്കുന്നതിന് പകരം സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ സാമൂഹിക ഐക്യദാർഢ്യം സൃഷ്ടിക്കാൻ മത നേതൃത്വങ്ങൾ തയ്യാറാവണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഖദീജ മുംതാസ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ശരീഅത്ത് ആക്ട് നിരവധി സ്ത്രീവിരുദ്ധ വകുപ്പുകൾ നിറഞ്ഞതാണെന്നും വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ തുല്യനീതിക്ക് ഖുർആൻ എതിരല്ലെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് ഷുക്കൂർ ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.